ഓരോരുത്തരുടെയും കണ്ണുനീർ തുടയ്ക്കാൻ തനിക്ക് സമയം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അതിനുവേണ്ടി അമ്മമാരെ ഭൂമിയിലേക്ക് അയച്ചു എന്ന യഹൂദിയ പഴഞ്ചൊല്ല് സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. സഹൃദയരാം നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ കലാവിരുന്നിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത് നാടകമാണോ? അല്ല, ജീവിതമാണ്. ഇതിൽ നൃത്തമുണ്ടോ? ഇല്ല, പക്ഷേ സത്യമുണ്ട്. ഇതിൽ കവിതയുണ്ടോ? ഉണ്ടല്ലോ, കവിതയിലൂടെ ഒരു കഥയുമുണ്ട്. ഇത് പുരാണത്തെയോ രാഷ്ട്രീയത്തെയോ പ്രകൃതി സ്നേഹത്തെയോ കുറിച്ചാണോ? അല്ലേ അല്ല, ഇത് നമ്മുടെ ഇടയിൽ ഈ സമൂഹത്തിൽ പൊട്ടി വ്രണമായി മാറിയ ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ്. അതെയോ? കേൾക്കട്ടെ കേൾക്കട്ടെ. ഇത് പുരാണമല്ലേ? മഹാഭാരതത്തിലെ പാണ്ഡവരുടെ അമ്മ കുന്തി മാതാവിന്റെ കഥ. ഈ 4 വരികൾ കുന്തി ദേവിയെ കുറിച്ച് തന്നെ. മിടുക്കന്മാരായ 5 മക്കളും വെട്ടിപ്പിടിച്ചൊരു രാജ്യമുണ്ടായിട്ടും അവസാന കാലം ഒറ്റയ്ക്ക് കാട്ടിൽ കിടന്നൊടുങ്ങേണ്ടി വന്ന കുന്തി മാതാവിന്റെ കഥ ഞാനൊരു ആമുഖം പോലെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ ഈ കഥ നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നടന്ന ഒരു ഒറിജിനൽ സംഭവത്തെ കുറിച്ചാണ്. സ്വർണ്ണക്കടകളുള്ള കാശുകാരായ 5 ആൺമക്കളുള്ള ഒരമ്മയുടെ കഥ. വാർദ്ധക്യമേകുമധീനതയും പിന്നെ വൈദവ്യമേകുമേകാന്തതയും നന്ദിമകാലത്തിൽ 5 തനയരിലാരൊരാളെ ഇടുമൽപതണം. തന്നന്തിമകാലത്തിൽ 5 തനയരിൽ ആരൊരാളെ ഇടുമൽപതണം. അല്ല ചങ്ങാതി, ഈ അമ്മ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? 5 മക്കളില്ലേ? ആരെങ്കിലും നോക്കില്ലേ? അമ്മ ഓരോരുത്തരുടെ അടുത്തും പോയി പുറത്തു നോക്കിയതാണ്. ആദ്യം മൂത്ത മകന്റെ അടുത്ത് തന്നെ പോയി. എന്നോ ഒരു നാളിൽ മൂത്ത മകൻ വീട്ടിൽ പാർക്കുവാനായി അമ്മ ചെന്നു അത്രേ. ഉല്ലാസപൂർണമായി വാഴുവാനായി പൂതി തോന്നിയത്രേ. എന്നോ ഒരു നാളിൽ മൂത്ത മകൻ വീട്ടിൽ പാർക്കുവാനായി അമ്മ ചെന്നു അത്രേ. പഴക്കങ്ങൾ നിർദോഷശീലങ്ങൾ പ്രിയ ഹേതുവായി മാറിയത്രേ. ആദ്യമായി അമ്മയെ നോദിയവൻ അട്ടിപ്പായിക്കും മുമ്പവർ യാത്രയായി. ആദ്യമായി അമ്മയെ നോദിയവൻ അട്ടിപ്പായിക്കും മുമ്പവർ യാത്രയായി.
പ്രതീക്ഷ വെടിഞ്ഞില്ല. രണ്ടാമത്തവന്റെ വീട്ടിൽ പോയി. കൊട്ടാരം പോലുള്ള സർവസുഖ സൗകര്യങ്ങളുമുള്ള രണ്ടാമത്തവന്റെ വീട്ടിൽ. രണ്ടാമൻ വാഴുന്നോർ അമ്പലച്ചുംബിയിൽ മൈതാനം തോൽക്കുമാറുണ്ട്. ഇത്തിരി പോന്നതാ കുട്ടികൾക്കും വെറും വൃത്യർക്ക് പോലും മുറികളുണ്ട്. രണ്ടാമൻ വാഴുന്നോർ അമ്പലച്ചുംബിയിൽ മൈതാനം തോൽക്കുമാറുണ്ട്. ഇത്തിരി പോന്നതാ കുട്ടികൾക്കും വെറും വൃത്യർക്ക് പോലും മുറികളുണ്ട്. എല്ലാം തികഞ്ഞൊരാ വീട്ടിൽ പൊറുക്കുവാൻ അമ്മ ചെന്നിടുകിൽ തൊല്ലയല്ലോ. ഹൃത്തിലായ അമ്മയ്ക്ക് ഇരിപ്പിടമില്ലെങ്കിൽ വീട്ടിൽ വസിക്കാൻ ഇടം കാണുമോ? അമ്മ ഗർഭപാത്രത്തിൽ കൊടുത്തിടം പോലും നീ ആഡംബര കെട്ടില്ലാതെ പോകും. അമ്മ ഗർഭപാത്രത്തിൽ കൊടുത്തിടം പോലും ഈ ആഡംബര കെട്ടിലില്ലാതെ പോകും. കഷ്ടം. മൂത്ത രണ്ട് മക്കളും ഒന്നിനൊന്ന് മെച്ചം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയുമില്ലേ 3 മക്കൾ? കൊള്ളാം. അവര് ചേട്ടന്മാരെക്കാൾ കാഞ്ഞ വിത്തുകളായിരുന്നു. ലോകത്തെങ്ങും കേൾക്കാത്ത തട്ടാമുട്ടി ന്യായങ്ങളും പറഞ്ഞ് അവരോരോരുത്തരും കൈമലർത്തി. ബാക്കിയാം 3 തനയതൻ ചെയ്തികൾ ജ്യേഷ്ഠരുടെ പോൽ നികൃഷ്ടമായി. അമ്പേ വിചിത്രമാം കാരണങ്ങളോതി അമ്പെ തഴയുന്ന തീർപ്പു ചൊല്ലി. ബാക്കിയാം 3 തനയതൻ ചെയ്തികൾ ജ്യേഷ്ഠരുടെ പോൽ നികൃഷ്ടമായി. അമ്പേ വിചിത്രമാം കാരണങ്ങളോതി അമ്പെ തഴയുന്ന തീർപ്പു ചൊല്ലി. 5 കരിന്തിരി കെട്ടുപുകയുന്ന ഓട്ടിൻ വിളക്കോ ഇരുട്ടിൽ മുങ്ങി. 5 കരിന്തിരി കെട്ടുപുകയുന്ന ഓട്ടിൻ വിളക്കോ ഇരുട്ടിൽ മുങ്ങി. നെഞ്ചിൻ തരിയിലോ കയറിൻ പിരിയിലോ സർവം കൊടുക്കാൻ മനസ്സ് ചൊല്ലി. 5 കരിന്തിരി കെട്ടുപുകയുന്ന ഓട്ടിൻ വിളക്കോ ഇരുട്ടിൽ മുങ്ങി. നെഞ്ചിൻ തരിയിലോ കയറിൻ പിരിയിലോ സർവം കൊടുക്കാൻ മനസ്സ് ചൊല്ലി. മാതൃത്വം തോറ്റു പിന്മാറരുതെന്ന് പ്രഗാഠമാം താക്കീതു പ്രജ്ഞ നൽകി. മാതൃത്വം തോറ്റു പിന്മാറരുതെന്ന് പ്രഗാഠമാം താക്കീതു പ്രജ്ഞ നൽകി. എന്നിട്ട് എന്ത് പറ്റി? അമ്മ ഒരു പത്രപരസ്യം കൊടുത്തു. ഈ ഭൂമി മലയാളത്തിലെങ്ങും കേട്ടുകേൾവിയില്ലാത്തൊരു പത്രപരസ്യം. പത്രപരസ്യമോ? ഒന്ന് ഉറക്കം വായിക്കണോ? കേൾക്കട്ടെ. അമ്മയെ ലേലത്തിന്. എന്ത്? അതെ, സ്ഥലം തൃശൂർ. 5 ആൺമക്കൾ ഉണ്ടായിട്ടും സ്വന്തം പേരിൽ സ്വത്തുവകകൾ ഉണ്ടായിട്ടും വയസ്സുകാലത്ത് നോക്കുവാൻ ആളില്ലാത്തതിനാൽ ഒരമ്മ സ്വയം ലേലത്തിന് വച്ചിരിക്കുന്നു. ഈ ലേലത്തിൽ ആർക്കും പങ്കെടുക്കാം. അമ്മയുടെ ബാക്കിയുള്ള കാലം അവരെ പോറ്റുവാൻ ഏറ്റവും കുറവ് തുക ചോദിക്കുന്ന ആൾക്കൊപ്പം അമ്മ പോകുന്നതാണ്. എന്റെ ദൈവമേ, എന്തായി കേൾക്കണേ? ചരമത്തിനും മുമ്പ് ചിതയൊരുക്കുന്നൊരു പുത്രവൈരൂപ്യത്തെ നഗ്നമാക്കി വിചിത്രമാം പത്രപരസ്യം കൊടുത്ത അമ്മ നാട്ടിൽ വിവാദത്തിൽ വിത്തുപാകി. ചരമത്തിനും മുമ്പ് ചിതയൊരുക്കുന്നൊരു പുത്രവൈരൂപ്യത്തെ നഗ്നമാക്കി വിചിത്രമാം പത്രപരസ്യം കൊടുത്തമ്മ നാട്ടിൽ വിവാദത്തിൽ വിത്തുപാകി. ആ പരസ്യത്തിൽ നിന്നൂറിയ യാചന ആബാലവൃദ്ധത്തിൻ ചങ്കിലേറി. ദേശമെമ്പാടും ആ വാർത്ത വനത്തിലെ തീ പോലെയാളിപ്പടർന്നു കയറി. ആ പരസ്യത്തിൽ നിന്നൂറിയ യാചന ആബാലവൃദ്ധത്തിൻ ചങ്കിലേറി. ദേശമെമ്പാടും ആ വാർത്ത വനത്തിലെ തീ പോലെയാളിപ്പടർന്നു കയറി. ശേഷിച്ച കാലമേ വൃദ്ധയെ പോറ്റുവാനേറ്റം കുറവാ തുക ചൊല്ലുവിൻ.
ജീവിത സായാഹ്നത്തിലെ ഒറ്റപ്പെടലിനെയും പരാധീനതയും കുറിച്ചോർത്ത് ആവലാതിപ്പെടാത്ത മാതാപിതാക്കൾ അപൂർവമായിരിക്കുകയാണ്. അവരുടെ വിരലിൽ തൂങ്ങി പിച്ച വെച്ച് നടന്ന കൈകൾ എന്നെങ്കിലും താങ്ങാകുമെന്ന് കരുതുന്നതും അവർ നട്ടു നനച്ചു വളർത്തിയതിൽ നിന്നൊരൽപ്പം തണൽ ആഗ്രഹിക്കുന്നതുമെല്ലാം മനുഷ്യ സഹജമല്ലേ? ഇന്ന് ഇവിടെ കണ്ട ഈ രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ശ്രമം പൂർണ്ണമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് 5 ആൺമക്കളെ പെറ്റു വളർത്തിയോരമ്മ തന്നീ കഥയോർമ്മിക്കുവിൻ. 5 ആൺമക്കളെ പെറ്റു വളർത്തിയോരമ്മ തന്നീ കഥയോർമ്മിക്കുവിൻ. പൊക്കിൽ കൊടിത്തുമ്പടത്തിയെടുത്തപ്പോൾ രക്തം പൊടിഞ്ഞ മനസ്സോർക്കുവിൻ. പൊക്കിൽ കൊടിത്തുമ്പടത്തിയെടുത്തപ്പോൾ രക്തം പൊടിഞ്ഞ മനസ്സോർക്കുവിൻ. നമ്മളിപ്പോൾ കണ്ട മനസ്സിനെ തിരിച്ചുലയ്ക്കുന്ന ഈ തെരുവുനാടകം തൃശ്ശൂരിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ്. Ladies and gentlemen, as I mentioned earlier on, this beautiful, distinctive performance must have moved all your hearts, right? Please give the performers a huge round of applause. And it's a production or a performance of such caliber takes a lot of effort, a lot of creativity, a lot of technical excellence to go into it. And I want to take this special time, or it's an honor for me to call upon the director of this whole play, Vipin Panikkar, to give away the credits. I think that will be a true honor. And please once again welcome Vipin. Vipin. താങ്ക്സ് എം പി. താങ്ക് യു ഭവാനി ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഈ പരിപാടി ഇന്നിവിടെ അവതരിപ്പിക്കുമ്പോൾ ഒരു ഗുരുത്വം എന്ന പോലെയോ അല്ലെങ്കിൽ ഒരു നിമിത്തം എന്ന പോലെയൊക്കെയോ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഓഡിയൻസിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ ഈ പരിപാടി അവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്കും ആദരവപൂർവ്വം സമർപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ആവിഷ്കാരത്തിൽ എൻ്റെ പോലെ തന്നെ തുല്യമായ പങ്ക് വഹിച്ച മറ്റൊരാളുണ്ട്. ഈ വരികളുടെ അർത്ഥം ചോർന്നു പോകാതെ അതിന് വളരെ ഹോണ്ടിങ് ആയിട്ടുള്ളൊരു ഈണം പകർന്ന GCKയുടെ മാസ്റ്റർ കമ്പോസർ അനൂപ് നായർ. അവരിന്നിവിടെ ഇല്ല, ഇന്ത്യയിലാണ്, വെക്കേഷനിലാണ്. ബട്ട് ഐ വിൽ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിം. ഈ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച അനവധി പേരുകളുണ്ട്. ഇതിന് ശബ്ദം നൽകിയ ജയരാജൻ ജതേഷ്, ഇതിൻ്റെ ലൈറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്ത അജ്മൽ, പിന്നെ ഇത് ആലപിച്ച് അവിസ്മരണീയമാക്കി തീർത്ത ടീന ഷെറിൻ, ബാലുനാരായണൻ, എൻ്റെ മകൾ പൊന്നു. ഈ കവിതയുടെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ ഓജസ് ഒരല്പം പോലും പറ്റാതെ 100% ആത്മാർത്ഥതയോടെ ഈ വേദിയിൽ അവതരിപ്പിച്ച ഐഷ, മിഥുൻ, ലോയിഡ്, ശ്യാം ആൻഡ് പൊന്നു. I can't thank you guys enough for the time, effort and energy that you have put in. അവസാനമായി ഒരാളോട് നന്ദി പറയാനുണ്ട്. കേൾക്കുമ്പോൾ ഒരല്പം ഫോർമലായി തോന്നാം, പക്ഷെ പറയാതെ വിടാൻ വയ്യ. എൻ്റെ എല്ലാ എഴുത്തിന് പിന്നിലെയും സർഗാത്മകതയും എൻ്റെ എല്ലാ ക്രിയേഷൻസിലും ഒരു സൈലന്റ് പാർട്ണറെ പോലെ നിന്ന് ഊർജ്ജം പകരുന്ന മൈ ഓൺ ബെറ്റർ ഹാഫ് ശ്രീജ. താങ്ക് യു. നല്ല വിഭവങ്ങൾ എന്നും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും നല്ല പരിപാടികളുമായി വരാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, Vipin. And